ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. നമ്മളൊരു ഹൗസ് ബോട്ട് യാത്ര നടത്താൻ വേണ്ടിയിട്ട് ഒരു 10-11 ആൾക്കാർ അടങ്ങുന്ന ഒരു ടീമാണ് നമ്മളോട് വന്നിറക്കുന്നത്. അവർ നമ്മളോട് സമയം പറഞ്ഞിട്ടുള്ളത് 12 മണിയുടെ മുന്നേ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പിടിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 11:45 ആയി. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല രസമാട്ടോ ഈ സീനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ. മോർണിംഗിലൊരു പ്രത്യേക വൈബാണ്. ആളുകളൊക്കെ അവരവരുടെ ഡെയിലി ലൈഫിൽ ബിസിയാണ്, ഓട്ടവും പാച്ചിലുമാണ്. നമ്മൾ പിന്നെ ടൂർ മോഡിലാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ ഏജൻറ്റിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളിനെ കിട്ടിയാലാണ് ഇപ്പോൾ നമുക്ക് ബോട്ടിൽ കയറിക്കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ബോട്ട് ഇവിടെ കിടക്കുന്നത് കാണാണ്ട് ഇതാണെന്ന് തോന്നുന്നുണ്ടോ ഒന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതന്നെ ഏകദേശം ഓക്കെ ആയി. അപ്പോൾ കയറി നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. ഇനി നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ ഓരോന്നായിട്ടൊന്നായിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിൽ റൂമുകൾ 3 റൂമുള്ള ഒരു ബോട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തിറക്കുന്നത്. അപ്പോൾ 3 റൂം, പിന്നെ മുകളിലൊരു വലിയ ഹാള്, എല്ലാം അടക്കം 14,500 അവർ റേറ്റ് പറഞ്ഞത് കേട്ടോ. 14,500 3 റൂം, മുകളിൽ വലിയ ഡൈനിങ് ഹാള്, പിന്നെ AC ഉള്ള റൂമുകളാണ്. പിന്നെ മാത്രമല്ല നമുക്ക് മൈക്ക് സെറ്റ് കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 14,500 പ്രൈസ്. ഞങ്ങൾ 11 ആൾ വന്നിട്ടുണ്ട്. ബോട്ട് കയറിയതിൻ്റെ ഒരു ആവേശത്തിൽ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട്സൊക്കെ. അടിപൊളിയാട്ടോ വ്യൂസൊക്കെ അടിപൊളിയാണ്. നമുക്കിവിടെ കാണാം ആളുകൾ ആഘോഷ തിമിർപ്പിലാണ്. നമുക്കിവിടെ കാണാം. ഇതായിരിക്കണം ടൂർ വൈബ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനാണ്. ക്യാബേജ് തോരനാണ് തോന്നുന്നുണ്ട്. പിന്നെ കരിമീനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എടാ ഇത് കരിമീനാട്ടോ. നമുക്ക് എടാ വെൽക്കം ഡ്രിങ്ക് വന്ന് എന്നാ അല്ല ആ മോള് നമ്മള് ഇത് പിടിക്കണം, ആ ഗ്ലാസ് തുറക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഡൈനിങ് ആണ്. മുകളിൽ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നിട്ട് നിൽക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് നല്ല വ്യൂ കിട്ടും. താഴത്ത് 2 റൂമും മുകളിൽ 1 റൂമുമാണ്. ഇതിപ്പോൾ മുകളിലത്തെ റൂമാണ്. ഇത് അത്യാവശ്യത്തിന് നല്ല വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ബാത്റൂമും കണ്ടു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ബാത്റൂമിൻ്റെയൊക്കെ വലുപ്പമുള്ള അത്യാവശ്യം നല്ല ബാത്റൂമാണ്. അങ്ങനെ വേടൻ്റെ പാട്ടും കേട്ട് ആലപ്പുഴയുടെ മണ്ണിലൂടെയുള്ള അതിമനോഹരമായ യാത്ര ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ കുറച്ച് നേരം ഓടിയപ്പോഴേക്കും നമ്മുടെ ഉച്ചഭക്ഷണം ഏകദേശം റെഡിയായി. വണ്ടി ഒരു സൈഡിൽ ഇനി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഉച്ചഭക്ഷണം പോരാ. കരിമീൻ പൊള്ളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സിലോപ്പി പൊള്ളിച്ചതാണോ ഇവർ നമുക്ക് തന്നെന്നുള്ളത് നമുക്ക് നല്ല ഡൗട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ നമ്മളെ ചാമ്പി തന്നെ പറയണം. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വീടുകളൊക്കെ
ഒക്കെ നല്ല പ്രകൃതിനായിട്ട് ഇണങ്ങി ചേർന്ന ടൈപ്പിലുള്ള ഡിസൈനിലുള്ള വീടുകളാണ്. കുഞ്ഞു വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് അടിപൊളിയായിരിക്കും. നമുക്കിപ്പോൾ ഇതുപോലെ നമുക്ക് തോന്നുന്നതായിരിക്കാം കേട്ടോ, ചിലപ്പോൾ നമ്മളിതുപോലെ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ തോന്നുന്നതായിരിക്കാം. പക്ഷേ ശരിക്കും ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കവും കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ എന്തായാലും ഇങ്ങനെ കിടക്കണ വെള്ളമല്ലേ, കൊതുക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ഉണ്ടാവും. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ നല്ല മീനും കാര്യങ്ങളൊക്കെ, കരിമീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വില കുറവിലൊക്കെ നല്ല മീനൊക്കെ കിട്ടും. ശേഖരമൊന്നുമില്ല, ഒറ്റപ്പാടല്ല. കൃത്യം വൈകുന്നേരം 5 മണിയായി. അപ്പോൾ അവർ വണ്ടി നിർത്തി, വണ്ടി ഇവിടെ സൈഡാക്കി. ഇനി നമ്മൾ ഈ നാട്ടിൽ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇവിടുത്തെ നാടിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ഒന്ന് നടന്ന് കാണാൻ പോവുകയാണ്. 5 മണിക്ക് നിർത്തിയതുകൊണ്ട് തന്നെ അധികം ഇരുട്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടനാടൊക്കെ ഒന്ന് കറങ്ങി കാണാനുള്ള സമയമുണ്ട്. ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. വല്ലാതെ ഇരുട്ടാവുകയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ കറങ്ങാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ 5 മണി നല്ല അടിപൊളി സമയമാണ്, അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ട്. നമുക്കിവിടെ ദൃശ്യമാവുന്നത് പ്രജീഷ് എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ് നമുക്കിവിടെ ദൃശ്യമാവുന്നത്. കുട്ടനാട്. ആ, ഇത് നമ്മളെ ഒരു വൈബാണ് കുട്ടനാട്. ആ, അതായത് ഇങ്ങനെ ഒരു താമസത്തോട് കൂടിയിട്ട് ഒരു വഞ്ചി ഇങ്ങനെ ആ ഓളത്തിന്റെ അലകളിൽ ഇങ്ങനെ നിരമ്പി നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇത് വേറെ ലെവലാണത്. ആ. പ്രജീഷേ ഒന്ന് പറഞ്ഞ, പ്രജീഷേ ഇതിനെ പറ്റിയിട്ടൊന്ന് പറ. പ്രജീഷേ ഇവിടെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൽ ക്യാമറയിൽ കയറി നിൽക്കുക, എന്നിട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു കട്ടൻ ചായ കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു സീൻ അതൊരു മെമ്മറബിളാണ്. വൈകുന്നേരത്തെ അമ്പലത്തിലെ പാട്ടും കേട്ടിട്ട് 2 പേര് ഇവിടെ ചൂണ്ടിടാൻ വന്നിരിക്കുന്നുണ്ട്. ഇവർ വേറെ രീതിയിലാണ് ചൂണ്ടിടുന്നത്. നമ്മളെ നാട്ടിലിടുന്ന പോലെയല്ല, വടിയൊന്നുമില്ല, നേരിട്ടിട്ട് അങ്ങോട്ട് കൊക്കയിൽ ഇര കോർത്തിട്ട് കുറേ ദൂരത്തേക്ക് നൂലോടക്കണം, നേരിട്ട് അങ്ങോട്ട് എറിയുകയാണ്. കണ്ടോ, ഹെവി ഐറ്റം കിട്ടി. ഇത് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വടിയായിട്ട് കുറച്ച് ദൂരത്തേക്കല്ലേ ഉള്ളൂ, ഇവിടെ ലോങ്ങിലേക്കാണ് ഇടുന്നത്. അത് നേരിട്ട് നൂലായിട്ട് ഇടുന്നത്, അതിൻ്റെ മുകളിലൊരു വെയിറ്റും ഉണ്ടാവും. ഗോതമ്പും കൊടുത്തിട്ട് ഇടുന്നത്. വൈകുന്നേരമായി തുടങ്ങി, ബോട്ടുകളെല്ലാം സൈഡാക്കി തുടങ്ങി. വൈകുന്നേരത്തെ ഇവിടുത്തെ ആകാശത്തിന് ഒരു വല്ലാത്ത തരം വശ്യ ഭംഗിയാണ്. അത് നേരിട്ട് കണ്ടു തന്നെ ആസ്വദിക്കണം. അങ്ങനെ നേരം പുലർന്ന് ഇനി ഞങ്ങൾ ആലപ്പുഴയിൽ ചിലവഴിക്കാൻ പോകുന്നത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം. കാരണം ഇവിടുന്ന് ഈ ബോട്ട് എടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് അങ്ങോട്ട് ഓടും, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെ രാവിലെ അവർ നേരത്തെ തന്നെ ഒഴിവാക്കി അടുത്ത കസ്റ്റമറെ അവർ പിടിക്കാനുള്ള പരിപാടിയാണ്. 9 മണിയാകുമ്പോഴേക്കും നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുക എന്നുള്ളതാണ് കരാറ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും നല്ല വിഷ്വൽസും സമ്മാനിച്ച ആലപ്പുഴയുടെ മണ്ണിനോട് ഇന്ന് 9 മണിയോട് കൂടി ഞങ്ങൾ വിട പറയാൻ പോവാണ്. യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ആ ഹൗസ് ബോട്ടിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ റിവ്യൂ വളരെ മോശം സർവീസ് ആയിരുന്നു. കാരണം നമ്മളൊരു നാട്ടിലേക്ക് യാത്ര പോകുക എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ രുചി ആസ്വദിക്കുക എന്നുള്ളതല്ലൊരു മെയിൻ ഘടകമാണല്ലോ. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആദ്യം മനസ്സിലേക്ക് വരിക കരിമീനാണ്, കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ ഈ സംഭവം കരിമീൻ ഇവർ സിലോപ്പിയാണോ ഞങ്ങൾക്ക് തന്നത് നല്ല ഡൗട്ടുണ്ട്. അത് മാത്രമല്ല 11 എണ്ണം കറക്റ്റ്. അത് ഓക്കെ, വളരെ ചെറിയ കരിമീനാണ്, അത് കറക്റ്റ്. ഞങ്ങളുടെ ഡ്രൈവറും കൂടി വന്നപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ചോദിച്ചു, അതവർ തന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മലബാറിൽ നിന്നും വന്ന മലബാറി ഗ്യാങ്സ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും എന്നെങ്കിലും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.